ജീവനാമെൻ്റെ യേശുവേ, ജീവനേകി നീ കാക്കണേ. ഹായ്, നമസ്കാരം. ഞാൻ ആതിര. ഫ്രൈഡേ ഫെയിമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈശണേ നിഴലു പോലെൻ്റെ കൂടെ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമായ ശ്രീ നന്ദു കർത്തയാണ്. സോ വെൽക്കം ടു ഫ്രൈഡേ ഫെയിം. താങ്ക് യു. കുറേ ട്രാവൽ വീഡിയോകളും ടൂറിസം ബ്ലോഗുകളും കുറേ സംഭവങ്ങൾ കണ്ട് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഒരാളായി ഞാൻ അങ്ങ് മാറി. നീലാകാശപ്പൂക്കൾ നുള്ളാൻ നീയും പോരുന്നു, ഈ കാടും മേടും പൂക്കും കാലം കാണാൻ പോരുന്നു. ഈ ലോകം സ്വന്തം വീടായി തോന്നും സ്നേഹക്കൂടാരം, ഈ ദൂരം നമ്മെ ഒന്നായി മാറ്റും മായാ സഞ്ചാരം. കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ സമയം എന്ന് പറയും ഏത് സിനിമയിൽ തമാശ പറഞ്ഞതുപോലെ ഞാൻ അങ്ങനെ ഒരു സഞ്ചാരിയായി സ്വയം മാറി അങ്ങനെ ഇരിക്കുന്ന ഒരു മൊമെൻറ്റിൽ ചെയ്തതാണ് സഫാരി ടിവിയുടെ തീം സോങ്. ജ്വാലാ നിലാവിൽ പൂക്കും ഭൂപടം, താരാഗണങ്ങൾ മേയും പൂവനം, ആഴം വിമോകം മൂടും സാഗരം, മേഘങ്ങൾ താളം തുള്ളുമ്പോൾ അകലെ സൂര്യനൊരു ദീപമായി, അരികെ ഭൂമിയൊരു താലമായി, നീ നീട്ടും കൈകളിൽ വാഴും ഈ ലോകം കാണാൻ കൂടെ ഒരു ഇതിൻ്റെ വോയിസ് റെക്കോർഡിങ്ങിൻ്റെ കാര്യം എടുത്ത് പറയണമെന്ന് എനിക്ക് തോന്നുന്നു. ഇതാദ്യം ഒരു 7 മിനിറ്റുള്ളൊരു സോങ് ആയിട്ടാണ് ചെയ്തത്. 7 മിനിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 സ്റ്റാൻസകളുണ്ട്. ഇപ്പോൾ കേൾക്കുന്ന ഒരു സ്റ്റാൻസ അല്ലാതെ വേറൊരു സ്റ്റാൻസയും കൂടെ ഉണ്ട്. അതൊക്കെ ഗോപി സാർ ഇങ്ങനെ വളരെ ഫോണിലൂടെ പറഞ്ഞ് എഴുതിയതാണ്. അടുത്ത സ്റ്റാൻസയൊക്കെ ഇതുപോലെ ഒരു സ്റ്റാൻസ വേണമെന്ന് അവർ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ ഫോണിൽ പറഞ്ഞു തന്ന ഒരു സ്റ്റാൻസാണ്. പക്ഷെ അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതായത് അത്രയും ലെങ്ത്ത് വേണ്ടെന്ന് പിന്നീട് തീരുമാനിച്ചതാണ്. അപ്പോൾ ഈ ഗോപി സാറിൻ്റെ ഒപ്പം മുമ്പ് കുറച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഒരു അയ്യപ്പൻ ഡിവോഷണൽ ആൽബം ചെയ്തിട്ടുണ്ട്. വിജയ് യേശുദാസിൻ്റെ വിജയ്ക്കൊരു ആംപ്ലിഫൈ മോർ എന്നുള്ള പേരിൽ തരംഗിണിയുടെ സബ്സിഡറി ആയിട്ടൊരു ലേബലുണ്ട്. അത് മുമ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു പ്രാവശ്യം ഒരു ലാൽകൃഷ്ണ എന്ന് പറഞ്ഞ സുഹൃത്താണ് അതിൻ്റെ പാട്ടുകളൊക്കെ മ്യൂസിക് ചെയ്തത്. അപ്പോൾ അതിന് ഓർക്കസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് എന്നെ വിളിച്ചിരുന്നു. വിജയ് തന്നെ വിളിച്ചതാണ്. ഈ രവീന്ദ്ര മാസ്റ്ററുടെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അന്ന് ഒരു പരിചയം ഉണ്ടായിരുന്നു വിജയ്. അപ്പം എന്നെ വിജയ് വിളിച്ചിട്ട് ഞാൻ അതിന് പോയിരുന്നു. അപ്പോൾ അങ്ങനെ ആ വർഷം പക്ഷേ ആ പ്രൊജക്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് വിജയുടെ അയ്യപ്പൻ ഡിവോഷണൽ കഴിഞ്ഞ് പിന്നെ ഞാൻ പോയത് കോഴിക്കോട് ഒരു അയ്യപ്പൻ ഡിവോഷണൽ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഒരു മാസത്തോളം കുന്നമംഗലം ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് സ്ഥലത്ത് താമസിച്ച്, അന്ന് അവിടുത്തെ MLA UC രാമൻ എന്ന് പറഞ്ഞ ആളൊക്കെയായിരുന്നു. അദ്ദേഹത്തെയൊക്കെ അവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ താമസിച്ച് അവിടെയുള്ള കുറച്ച് പേര് ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്ത ഒരു അയ്യപ്പൻ ഡിവോഷണൽ പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എഴുതിയത് ഗോപി സാറാണ്. ക്വയറ്റ് ഇൻട്രസ്റ്റിംഗ്ലി അടുത്ത വർഷം വിജയ് യേശുദാസിൻ്റെ അയ്യപ്പൻ ഡിവോഷൻ പ്രൊജക്റ്റായിട്ട് ഈ പ്രൊജക്റ്റ് വന്നു. അപ്പോൾ ഞാൻ ആ വിജയ് പിന്നീട് കേൾപ്പിച്ചപ്പോൾ അത് ഇഷ്ടപ്പെട്ടു. നല്ല നല്ല പാട്ടുകളാണെന്ന് പറയുകയും അങ്ങനെ അത് തരംഗിണി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ പാട്ടുകളൊക്കെ എഴുതിയ സമയത്തൊക്കെ ആയിട്ട് ഗോപി സാറായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷെ നമ്മുടെ പാട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. പിന്നീട് പലപ്പോഴും വേറെ പല സമയത്തൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഒന്നിച്ചിരുന്നിട്ടില്ല. ഒരു കമ്പോസിങ് സെഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പാട്ട് കിട്ടി ആദ്യം ഒരു വേർഷൻ ഉണ്ടായിരുന്നു. അതിനകത്ത് ചെറിയ ചില മാറ്റങ്ങൾ, ലൈക്ക് ഇപ്പോൾ സഫാരി TV എന്ന് പറയുന്ന പേര് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ യാത്ര എന്നാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നീടാണ് സഫാരി എന്നാക്കിയത്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ വരികളിൽ സന്തോഷ് സാർ പറഞ്ഞിട്ട് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് രണ്ടാമത് പാടേണ്ടി വന്നു. ഇത് രണ്ടാമത് പാടാൻ എന്ത് ചെയ്തു, നന്നായിട്ട് നല്ല ശബ്ദത്തിൽ ഒക്കെ വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ബിജി ബാലിൻ്റെ അടുത്ത് ഒരു മൈക്ക് പ്രിയാമ്പും അങ്ങനെ വേറെ നല്ലൊരു മൈക്രോഫോണൊക്കെ വേറെ സംഘടിപ്പിച്ച് അങ്ങനെയൊക്കെ ഭയങ്കര ആലാപനമൊക്കെ നടത്തി നോക്കി. പക്ഷെ ഞാൻ എത്ര പാടിയിട്ടും ആദ്യം ആ പാടിയതുപോലെ വന്നില്ല. ആദ്യം കേട്ടപ്പോൾ ഒരു എനർജി ഉണ്ടായിരുന്നു, ഒരു
സന്തോഷം കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ സന്തോഷമില്ല, ഒരു ഗ്ലൂമിനെസ്സിൽ ഇരിക്കുകയാണെന്നുള്ളൊരു അഭിപ്രായം പൊതുവെ വന്നു. പിന്നെ പല പ്രാവശ്യം പാടിയിട്ടും അത് വന്നില്ല. പിന്നെ ഒരു ചെറിയ ബ്രേക്കൊക്കെ ആയിട്ട് ഞാൻ ബ്രേക്ക് എടുത്തു. വേറെ ഒരു പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രെഡീസ് സ്റ്റുഡിയോയിൽ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഇവരുടെ വിളി വീണ്ടും വരുന്നത്, നമുക്ക് റിലീസ് ചെയ്യാറായി, അതൊന്ന് അത്രയും വേഗം തരൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഒന്ന് പെട്ടെന്ന് പാടിയതാണ്. അപ്പം ഈ ഫ്രെഡീസിലെ എഞ്ചിനീയറുടെ ഒരു 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 കരിസ്മയെ പറ്റി പറയണം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിഖിൽ എന്നാണ്. അപ്പോൾ നിഖിൽ ഭയങ്കര എപ്പോഴും സ്മൈലിംഗ് ഫേസാണ്, അല്ലാതെ നിഖിലിനെ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ നിഖിലിൻ്റെ സ്മൈലിംഗ് ഫേസിന് മുമ്പിൽ പാടിയിട്ടാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് അപ്പോൾ പാടിയത് മോശമല്ലെങ്കിൽ ചേട്ടാ കൂടുതലായിട്ടോ ഒന്നിട്ട് പാടാൻ പറയും, അങ്ങനെ പറയുള്ളൂ. എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് പറയുക. അപ്പോൾ നിഖിലിൻ്റെ സാന്നിധ്യം, പിന്നെ എൻ്റെ സുഹൃത്തൊരു ജോവി സുജോ എന്ന് പറഞ്ഞിട്ട് സുഹൃത്തുണ്ട്, അദ്ദേഹം ഒക്കെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ പാടി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി അതിനൊരു ഇപ്പോൾ കേൾക്കുന്ന ആ ഒരു മൂഡ് അങ്ങനെ ഉണ്ടായതാണ്. അകലേ സൂര്യനൊരു ദീപമായി, അരികെ ഭൂമിയൊരു താലമായി, അങ്ങനെ പാടി റെക്കോർഡ് ചെയ്തു. അവരത് അപ്രൂവ് ചെയ്തു. പിന്നെ അതങ്ങനെ വന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മാസ്റ്ററിങ്ങിൽ ഒരു വലിയ ഒരു പങ്കുണ്ട്, മിക്സിങ്ങിലും മാസ്റ്ററിങ്ങിലും. ഒരു പാട്ടിനെ എത്രത്തോളം ലിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനൊക്കെ നല്ലൊരു ഓഡിയോ ഔട്ട്പുട്ടായിട്ട് എനിക്ക് തന്നിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്, ഒത്തിരി പേർക്ക് ഇഷ്ടം എന്ന് പറയുമ്പോൾ. സാറ് കമ്പോസ് ചെയ്ത സംഗീത ശ്രീകാന്ത് പാടിയൊരു പാട്ടുണ്ടല്ലോ, ആ പാട്ടിലോട്ടൊന്ന് പോയാലോ? ആടിമാസക്കാറൊഴിഞ്ഞു ആവണിയും വിരുന്നു വന്നു, ഓണം വരവായി, ഓണം പൊന്നോണം വരവായി. തീർച്ചയായിട്ടും അത് എഴുതിയത് എൻ്റെ അച്ഛൻ്റെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ഒരു ബിനു കുട്ടനാട് എന്ന് പറഞ്ഞിട്ടൊരു അങ്കിളാണ്. അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹമില്ല. ഇത് പണ്ട് ചെയ്തിരുന്നതാണ്. പണ്ടെന്ന് പറഞ്ഞാൽ ഈ പാട്ട് ട്യൂൺ ചെയ്യാൻ ഒക്കെ പറ്റും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു കാലത്ത് വെറുതെ കുറേ പാട്ടുകൾ, ഞാൻ മുമ്പ് തന്നെ പറഞ്ഞല്ലോ, തരങ്കിണി ഓണപ്പാട്ടുകളാണ് നമ്മുടെ ഇൻസ്പിറേഷൻ എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പം അങ്ങനെ ഏതൊക്കെയോ കാലത്ത് ആദ്യമൊക്കെ ചെയ്ത് വച്ചിരുന്ന ഒരു പാട്ടായിരുന്നു. പിന്നീട് അത് ആകാശവാണി കൊച്ചിയിൽ യുവവാണിയിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അന്ന് ചെയ്ത് അവിടെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ താലോലിച്ച് മാത്രം പോയൊരു പാട്ടാണത്. പിന്നീട് ബോധി സൈലൻസ്കേപ്പ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൽ നമ്മുടെ ഒരു പാട്ടായിട്ട് അതിൽ റിലീസ് ചെയ്യാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് അങ്ങനെ സംഗീത കൊണ്ട് പാടിച്ചിട്ട് പിന്നീട് രണ്ടാമത് ഓർക്കസ്ട്രേറ്റൊക്കെ ചെയ്ത് പിന്നെ രണ്ടാമത് ചെയ്തതാണ്. അത് നമ്മുടെ ബാലമുരളീകൃഷ്ണ സാർ കണ്ടുപിടിച്ച ഒരു രാഗം ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണത്, ലവങ്കി. അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ആ രാഗം കേട്ടിട്ടുണ്ട്, അരുണ കിരണമണിയും ഉദയം, അതിൽ ആ പാട്ടിൻ്റെ ഒക്കെ രാഗം അതാണ്. അപ്പോൾ അതിലൊരു പാട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ ആ സമയത്ത് അത് ചെയ്തതായിരുന്നു. പിന്നീടാണത് ചെറിയ മാറ്റങ്ങളുണ്ട്, പ്യൂർ ആ രാഗമല്ല, ചെറിയ ഇംപ്രൊവൈസേഷൻസ് വരുത്തിയിട്ടുണ്ട്. എനിക്ക് വളരെ പ്രിയപ്പെട്ടൊരു പാട്ടാണ്, ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള രാഗമാണ്. ശരണം അതിപ്പട. മലയാളക്കരയാകെ മലർ വിടരും നേരമായി, അതിമോഹനമൊരു ഗാനവും ഉണരുകയായി. മലയാളക്കരയാകെ മലർ വിടരും നേരമായി, അതിമോഹനമൊരു ഗാനവും ഉണരുകയായി. കർപ്പൂരമാവിൻ കൊമ്പിലിരുന്നേതോ പുള്ളും പാടി, മാവേലി തമ്പുരാനെ നീ വേഗം വായോ. കർപ്പൂരമാവിൻ കൊമ്പിലിരുന്നേതോ പുള്ളും പാടി, മാവേലി തമ്പുരാനെ നീ വേഗം വായോ. ആടിമാസക്കാറൊഴിഞ്ഞു, ആടിമാസക്കാറൊഴിഞ്ഞു ആവണിയും വിരുന്നു വന്നു, ഓണം വരവായി, ഓണം പൊന്നോണം വരവായി. ഹൃദയതന്ത്രികൾ ഉണർത്തുമാരവമായി, ആരവമായി, ആരവമായി. സർ, എന്താണ് ഈ മ്യൂസിക് കമ്പോസിംഗ്, പ്രൊഡക്ഷൻ ആൻഡ് അറേഞ്ച്മെന്റ്? ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അതൊരു
ഒരു ക്ലാസ്സായിട്ട് മാറും. പക്ഷേ മ്യൂസിക് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു വളരെ ഒരു വാസ്റ്റായിട്ടുള്ള മേഖലയാണ്. മ്യൂസിക് പ്രൊഡക്ഷനിൽ മ്യൂസിക് കമ്പോസിങ് വരും, മ്യൂസിക് ഡയറക്ഷൻ വരും എന്ന് വേണം പറയാം, മ്യൂസിക് അറേഞ്ച്മെൻറ്റ് വരും. വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നമ്മളുടെ ഇവിടുത്തെ സിനിമ, നാടകം, അല്ലെങ്കിൽ ബാലെ, അങ്ങനെയൊക്കെയുള്ള ഓപ്പറ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ മ്യൂസിക് സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്ന ആളെ നമ്മൾ ഇന്ത്യയിൽ വിളിക്കുന്ന പേരാണ് ഈ മ്യൂസിക് ഡയറക്ടർ. വെസ്റ്റേൺ മ്യൂസിക്കിൽ മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഉണ്ട്. അയാളുടെ ജോലി ശരിക്കും വേറെയാണ്, ക്ലാസിക്കൽ വെസ്റ്റേൺ ഓർക്കസ്ട്രയിലാണ്. നമ്മുടെ മ്യൂസിക് ഡയറക്ടർ നമ്മുടെ സിനിമയും മറ്റു മേഖലകളിലൊക്കെ മ്യൂസിക് സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ആൾ എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ മ്യൂസിക് ഡയറക്ടർ എന്ന് വിളിക്കുന്നത്. മ്യൂസിക് കമ്പോസർ എന്ന് പറയുന്ന ആൾ ഇത്തരം ഏതെങ്കിലും ഒരു ഇതിനു വേണ്ടി തന്നെ ആയിരിക്കണമെന്നില്ല. എനിവൺ ഹു കമ്പോസസ് ആസ് എ കമ്പോസർ, നമ്മൾ കമ്പോസ് ചെയ്താൽ മതി. ഞാൻ പേഴ്സണലി എൻ്റെ ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ, ഞാൻ കമ്പോസ് ചെയ്തു എന്ന് പറയണമെങ്കിൽ ദ നോട്ട് ഹാസ് ടു ബി റങ് ഇൻസൈഡ് മൈ ഇന്നർ ഇയർ എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. അപ്പോൾ ഞാൻ കമ്പോസ് ചെയ്തു ഞാൻ പറയണമെങ്കിൽ അത് എൻ്റെ ഉള്ളിൽ തലയിൽ കേട്ടിട്ട് ആയിരിക്കണം ഞാനത് എഴുതുകയോ പാടുകയോ അല്ലെങ്കിൽ മറ്റേ റെക്കോർഡ് ചെയ്ത് വയ്ക്കുകയോ വാട്ട് എവർ ഇറ്റ് ഈസ്. അങ്ങനെ ചെയ്ത് വയ്ക്കുമ്പോഴാണ് ഞാൻ കമ്പോസ് ചെയ്തു ഞാൻ അവകാശപ്പെടാറുള്ളൂ. ഇനി ചിലപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് മ്യൂസിക് എന്ന് മാത്രം ഇടും, അല്ലെങ്കിൽ ഐ പ്രൊഡ്യൂസ്ഡ് എന്ന് ഇടും, അല്ലെങ്കിൽ യുനോ അല്ലെങ്കിൽ ഐ അറേഞ്ച്ഡ്, അത് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എഴുതി വയ്ക്കും. പിന്നെ മ്യൂസിക് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അതിനകത്ത് ഇപ്പോഴത്തെ മോഡേൺ മ്യൂസിക് പ്രൊഡക്ഷനിൽ കുറച്ച് സൗണ്ട് എഞ്ചിനീയറിങ് കുറച്ച് ഇൻവോൾവ് ആണ്, മ്യൂസിക് കമ്പോസിങ് ഇൻവോൾവ് ആണ്, മ്യൂസിക് അറേഞ്ച്മെൻറ്റ് ഇൻവോൾവ് ആണ്. ഇതെല്ലാം ഒരാൾ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളാണ് മ്യൂസിക് പ്രൊഡ്യൂസർ. അയാൾ നല്ല കമ്പോസർ ആയിരിക്കണം, അയാൾ നന്നായിട്ട് മ്യൂസിക് ഉണ്ടായിരിക്കണം. പക്ഷേ എല്ലാ അറേഞ്ച്മെൻറ്റ് ഇൻ ഡീറ്റെയിൽ, ഇപ്പോൾ സേ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഒരു പ്രൊജക്റ്റിൽ ജാസ് അറേഞ്ച്മെൻറ്റ്സ് കാണും. എനിക്കറിയില്ല, ഞാൻ ജാസ് പഠിച്ചിട്ടില്ലാത്ത, ജാസിലൊട്ടും സ്പെഷ്യലൈസേഷൻ ഇല്ലാത്ത ആളാണ്. പക്ഷേ എൻ്റെ പ്രൊഡക്ഷൻ ആയിരിക്കും ജാസ് അറേഞ്ച്മെൻറ്റ്സ് ഞാൻ എൻ്റെ ഒരു സബോർഡിനേറ്ററിന് വേണമെങ്കിൽ എനിക്ക് ഏൽപ്പിക്കാം. അപ്പോൾ അയാൾ അതിൻ്റെ ജാസ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്ന ആളായി. ഇപ്പോൾ ഒറിജിനൽ കോമ്പോസിഷൻ വേറെ ആരുടെയെങ്കിലും ആയിരിക്കും, പക്ഷേ ഞാനായിരിക്കും അത് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അറേഞ്ച് ചെയ്യുന്നത് വെച്ചാൽ ഞാനത് കീബോർഡ് വെച്ചിട്ട് പ്രോഗ്രാം ചെയ്യണമെന്നോ കമ്പ്യൂട്ടർ വെച്ചിട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല, എനിക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ഞാൻ അറേഞ്ചറാണ്. ഇപ്പോൾ രവീന്ദ്ര മാസ്റ്ററുടെയൊക്കെ പാട്ടുകൾക്കൊക്കെ അസിസ്റ്റ് ചെയ്തിരുന്നത് സമ്പത്ത് സെൽവം, അങ്ങനെയുള്ള പല ആളുകളാണ്. മാഷിൻ്റെ തന്നെ ആയിരിക്കും ഐഡിയാസൊക്കെ. ഈവൻ പല കൗണ്ടേഴ്സൊക്കെ മാഷ് മൂളി കൊടുക്കും, പക്ഷേ അത് അതിൻ്റെ ഹാർമണി അറേഞ്ച്മെൻറ്റിലേക്ക് ആക്കി, അതിനെ ഫിക്സ് ചെയ്ത് അതിൻ്റെ കോഡിലേക്കൊക്കെ ആക്കി ഹാർമണിയിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഈ അറേഞ്ചേഴ്സ് ആയിരിക്കും. പിന്നെ മൊത്തം സോങ്ങിനെ ഒരു സ്ട്രക്ചറാക്കി കൊടുക്കുന്നത് ഈ അറേഞ്ചേഴ്സും പ്രൊഡ്യൂസേഴ്സും ഒക്കെയാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഇറ്റ് സെൽഫ് ഇസ് ഒരു കോഴ്സാണ്. അപ്പോൾ അത് കുറച്ച് വലിയൊരു പ്രോസസ്സാണ്. ലളിതമായി പറഞ്ഞാൽ ഇങ്ങനെയാണ്. പിന്നെ ഇപ്പം മറ്റ് കമ്പോസേഴ്സിൻ്റെ പ്രോജക്റ്റുകളിൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ് മാത്രം ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്ട്രിങ് അറേഞ്ച്മെൻറ്റ് മാത്രം ചെയ്യുന്നവരുണ്ട്, ബ്രാസ് അറേഞ്ച്മെൻറ്റ്സ് മാത്രം ചെയ്യുന്നവരുണ്ട്. അതിൽ സ്പെഷ്യലൈസ് ചെയ്തവർ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കും. ചിലപ്പോൾ അവർ കമ്പ്യൂട്ടർ വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയോ പ്രോഗ്രാം ചെയ്യുകയോ ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ മൊത്തം സൂപ്പർവിഷൻ ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല, അറേഞ്ച്മെൻറ്റ് മാത്രമായിരിക്കും. അതുകൊണ്ടാണ് ഇതിങ്ങനെ സ്പ്ലിറ്റപ്പായി പോകുന്നത്. ആക്ച്വലി ഇതെല്ലാം കൂടി ചേർന്നതാണ് മ്യൂസിക് പ്രൊഡക്ഷൻ. മ്യൂസിക് പ്രൊഡക്ഷനിൽ കുറച്ച് ടെക്നിക്കാലിറ്റീസ് ഇൻവോൾവ് ആണ്, കുറച്ച് സൗണ്ട് എഞ്ചിനീയറിങ് ഇൻവോൾവ് ആണ്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളും സൗണ്ട് എഞ്ചിനീയേഴ്സ് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളും ഒക്കെ ഏതാണ്ട് സിമിലറാണ്, അത് ഷെയർഡാണ്. അപ്പോൾ കുറച്ച് സൗണ്ട് എഞ്ചിനീയറിങ്ങിൻ്റെ ബേസിക്സ് ഇല്ലാതെ ഒരു മോഡേൺ മ്യൂസിക് പ്രൊഡക്ഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അതിനകത്ത് അബദ്ധങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റുഡിയോ എന്ന് പറയുന്നത് ആക്ച്വലി അക്കൂസ്റ്റിക്സ് ചെയ്തൊരു മുറിയാണ് നമ്മൾ സ്റ്റുഡിയോ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ പലപ്പോഴും ഈ സ്റ്റുഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കി വരുമ്പോഴേക്കും നമുക്കൊരു സമയമൊക്കെ കഴിഞ്ഞു പോകും. എല്ലാവരും വിചാരിക്കുന്ന കമ്പ്യൂട്ടറും കുറേ സ്പീക്കറും സോഫ്റ്റ്വെയറും ഉണ്ടെങ്കിൽ സ്റ്റുഡിയോ ചെയ്യുന്നതാണ്. ആക്ച്വലി അക്കൂസ്റ്റിക്സ് ചെയ്ത് കഴിയുമ്പോഴാണ് അത് സ്റ്റുഡിയോ ആയിട്ട് മാറുന്നത്. നമ്മുടെ ലിസണിങ് ചെയിൻ ഭംഗിയാകുമ്പോഴാണ്. ഇത്രയും എല്ലാം ചേർന്നതാണ്. ഇപ്പോൾ ആകാശവാണിയിലൊക്കെ പ്രൊഡ്യൂസറുണ്ട്, അല്ലെങ്കിൽ ദൂരദർശൻ അങ്ങനെയുള്ള ചാനലുകളിലൊക്കെ പ്രൊഡ്യൂസർ ഉണ്ടല്ലോ. അവരൊന്നും പലപ്പോഴും ഇതിലെല്ലാ മേഖലകളിലും വലിയ പ്രാവീണ്യമുള്ളവരായിരിക്കില്ല, പക്ഷെ നല്ല കോർഡിനേറ്റേഴ്സ് ആയിരിക്കും, അല്ലേ? അതുപോലെ തന്നെയാണ് അതിൻ്റെ ഒരു മ്യൂസിക് വേർഷനാണ് മ്യൂസിക് പ്രൊഡ്യൂസർ. പക്ഷേ മ്യൂസീഷ്യനും കൂടി ആയിരിക്കണം, നന്നായിട്ട് കമ്പോസിങ് പഠിക്കണം, ഹാർമണി എന്താണെന്ന് അറിയണം, ഹാർമണിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പഠിക്കണം, അറേഞ്ച് ചെയ്യാൻ പഠിക്കാനുണ്ട്. സർ, ഈ മ്യൂസിക് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ലേ? സോ അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് ഒന്ന് പറയാമോ?
വളരെ എക്സ്പെൻസീവാണ്, സത്യം പറയാലോ. വളരെ ചെറിയ രീതിയിൽ തുടങ്ങാം, എങ്കിലും നമ്മൾ ചെയ്ത് വരുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യും നമ്മുടെ എക്യുപ്മെൻറ്റുകളുടെ അപര്യാപ്തതകളൊക്കെ റിയലൈസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വരാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ തുടങ്ങിയ കാലത്തുള്ള ഓഡിയോ ഇൻ്റർഫേസ് അല്ല ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത്. ആദ്യം തുടങ്ങിയപ്പോൾ ഒരു 33,000 രൂപയുടെ ഓഡിയോ ഇൻ്റർഫേസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഒരു 2 ലക്ഷം രൂപയുടെ അടുത്ത വിലയുള്ള ഹാർഡ്വെയറാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മുടെ കാര്യത്തിൽ നമ്മൾ നല്ല കമ്പ്യൂട്ടർ ഉണ്ടാവണം, എഫിഷ്യൻ്റ് ആയിട്ടുള്ള നല്ല ഓഡിയോ ഇൻ്റർഫേസ്. നമ്മൾ സൗണ്ട് കാർഡെന്ന് വിളിച്ചുകൊണ്ടിരുന്ന സംഗതി അത് തന്നെയാണത്. അതിൻ്റെ പ്രൊഫഷണൽ വേർഷൻസിന് ഓഡിയോ ഇൻ്റർഫേസ് എന്നാണ് വിളിക്കാറുള്ളത്. അതാണ് ഓഡിയോ അതിലൂടെ കടന്നിട്ടാണ് അനലോഗായിട്ടും ഡിജിറ്റലായിട്ടും കൺവേർട്ട് ചെയ്ത് നമ്മൾ കേൾക്കുകയും കേൾക്കുന്നതിന് റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നത്. പിന്നെ സോഫ്റ്റ്വെയർസ് സ്വാഭാവികമായിട്ടും എത്രയോ ലക്ഷക്കണക്കിന് രൂപയുടെ സോഫ്റ്റ്വെയർസാണ് എൻ്റെ കമ്പ്യൂട്ടറിലുള്ളത്. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കമ്പ്യൂട്ടറാണ് എൻ്റേത്, ഹാർഡ്വെയറായിട്ടും സോഫ്റ്റ്വെയറായിട്ടും. അപ്പോൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇൻ്റർഫേസ് മാത്രമാണ്. സത്യത്തിൽ സംഭവിക്കുന്നത് നമ്മളൊക്കെ പാടുന്നതെല്ലാം ഒന്നുകളായും പൂജ്യങ്ങളായും ഹാർഡ് ഡിസ്കിൽ സേവ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾക്ക് ഇമേജുകളാക്കി കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം ബൈനറീസ് തന്നെയാണ്. അപ്പോൾ അത് ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ദിവസങ്ങളോളം പറയാനുണ്ടാവും. പക്ഷേ സത്യം പറഞ്ഞാൽ എക്സ്പെൻസീവാണ്. അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ടു റിട്ടേൺ റേഷ്യോ മീറ്റ് ചെയ്യാൻ പലപ്പോഴും ബുദ്ധിമുട്ടാറുണ്ട്. മേഘപ്പൂക്കളിൽ മിന്നൽ തുമ്പിയായി മോഹച്ചില്ലകൾ വീശും തെന്നലായി. സാറിന്റെ ഫിലിം ഇൻഡസ്ട്രിയിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു, അതൊന്ന് പറയാമോ? ആക്ച്വലി ഞാനൊരു 2005 മുതൽ തന്നെ സിനിമയുടെ പിന്നണിയിലുണ്ടായിരുന്നു. 2007 മുതൽ സിനിമയുടെ പാട്ടുകൾക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ചെയ്തും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആർജിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ 2012 ഈ ഇഡിയറ്റ്സ് എന്ന് പറയുന്ന മൂവി വരുന്നത്. അതിന് മുമ്പ് തന്നെ 2010 സമയത്താണ് ബോംബെ മിഠായി എന്ന് പറയുന്ന മൂവി വരുന്നത്. അത് ഇഡിയറ്റ്സിൻ്റെ ഡയറക്ടറുടെ ഒരു സുഹൃത്താണ് നിസാം റാവുത്തർ. അദ്ദേഹം ഈ കഴിഞ്ഞ വർഷം മരണപ്പെട്ടു. നിസാം ഒക്കെയാണ് എന്നെ ആ പ്രൊജക്റ്റിലേക്ക് വിളിക്കുന്നത്. രണ്ടാമതായിട്ട് ചെയ്തതാണ്, പാട്ടുകൾ ഉൾപ്പെടെ ചെയ്തത് ആദ്യമായിട്ട് ചെയ്തത് ഇഡിയറ്റ്സാണ്. മുത്തുമണി മഴയായി മുത്തമിടുമഴകായി ചുറ്റി വരും പുഴയായി തൊട്ടുഴിയും നനവായി. അതിൻ്റെ ആദ്യത്തെ സ്ക്രിപ്റ്റ് വായന മുതൽ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതിന് ഒരു 8-10 പ്രാവശ്യം ഒരു പക്ഷേ എൻ്റെ സ്ക്രിപ്റ്റ് കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിലെല്ലാ വേർഷനും ഞാൻ കേട്ടിട്ടുണ്ടാവും. കുറേ വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരു സുഹൃത്താണ് KS ബാവ. അദ്ദേഹത്തിൻ്റെ ചില ഡോക്യുമെൻ്ററികൾക്കൊക്കെ ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ പരിചയമുണ്ട് അദ്ദേഹത്തെ. അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് AJ മുഹമ്മദ് ഷഫീർ എന്ന് പറഞ്ഞിട്ടൊരു സുഹൃത്തുണ്ട്. നമ്മുടെ അൻവർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒക്കെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളങ്ങനെ ഒരു ഷോർട്ട് ഫിലിമിൽ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ ഒരു ഭാഗ്യമുണ്ടായി. അപ്പോൾ അങ്ങനെ അദ്ദേഹം KS ബാവ ഇങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു മൂവി വന്നപ്പോൾ എന്നെ കൂടെ കൂട്ടുമായിരുന്നു എന്നുള്ളതാണ് സത്യം. 3 പാട്ടുകളുണ്ടായിരുന്നു അതിനകത്ത്. നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകളാണ് എല്ലാം. നമ്മുടെ സംഗീത് ശിവൻ സാറാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. നല്ലൊരു പ്രൊജക്റ്റായിരുന്നു. ഉടലുകളലയും മലരിതളിണയായി ഉയരതിലലിയും ഹിമജലഗണമായി മേഘപ്പൂക്കളിൽ മിന്നൽ തുമ്പിയായി മോഹച്ചില്ലകൾ വീശും തെന്നലായി തണുവായി തൂമോ നെഞ്ചിൽ മൺമണം. സാറിനെ സ്വാധീനിച്ചിട്ടുള്ള മ്യൂസിക് കമ്പോസേഴ്സ് ആരൊക്കെയായിരുന്നു, അതൊന്ന് പറയാമോ? ഒരാളായിട്ട് അങ്ങനെ പറയാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. കാരണം ഓരോരുത്തരുടെയും ഓരോ പ്രത്യേകതകളായിരിക്കും നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടാവുക. ഇപ്പം ലോകത്തിൽ തന്നെ ഫിലിം കമ്പോസേഴ്സിലൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നണം എന്നിയോ മോറിക്കോണെ എന്ന് പറഞ്ഞിട്ടൊരു ഇറ്റാലിയൻ കമ്പോസർ ഉണ്ട്. അദ്ദേഹം ആയിരിക്കും എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കമ്പോസർ ഫിലിംസ് ചെയ്യുന്നതിൽ. പിന്നെ തോമസ് ന്യൂമാൻ വലിയ ഫേവറേറ്റാണ്. ഇന്ത്യയിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ സ്വാഭാവികമായും ഇളയരാജ, MS വിശ്വനാഥൻ. പിന്നെ മലയാളം മെലഡികൾ ചെയ്ത് കൊതിപ്പിക്കുന്നതിൽ
MS ബാബുരാജ്, രാഘവൻ മാസ്റ്റർ, സ്വാഭാവികമായും ജോൺസൺ മാസ്റ്റർ, രവീന്ദ്രൻ മാസ്റ്റർ, പിന്നെ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് പേരുടെ പേരുകൾ പറയും. ഇങ്ങ് ബിജിബാൽ വരെയുള്ളവരുടെ ഒരു വലിയ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ടാവും. അപ്പോൾ എല്ലാവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ ഒട്ടും ഫോളോ ചെയ്യാതെ, ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചിലർ ഇത് സലീൽ ചൗധരി ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. ഇപ്പോഴല്ല, ആദ്യകാലത്തൊക്കെ പാട്ട് ചെയ്ത സമയത്തൊക്കെ ബോധപൂർവ്വം അങ്ങനെ ഫോളോ ചെയ്തിട്ടില്ലായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല, എന്തോ അങ്ങനെ ചിലർ ചോദിച്ചിട്ടുണ്ട്. ഒന്നിലേറെ പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ബോധപൂർവ്വം ഫോളോ ചെയ്തിട്ടില്ല. പക്ഷേ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്ന ശൈലി MS ബാബുരാജിൻ്റെയാണ്. അതായത് മെലഡി കമ്പോസ് ചെയ്യുന്നതിൽ. അത് ഒരിക്കലും AR ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്. അതൊരു പാട്ടിൻ്റെ സ്വാഭാവികമായ ഒരു മീറ്റർ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ അന്ന് പറഞ്ഞത് താമസബന്ധേ വരുവാൻ എന്ന് പറയുന്ന പാട്ടിനെ പറ്റി പറഞ്ഞിട്ടാണ്. അതിനൊരു സ്വാഭാവികമായിട്ടൊരു മലയാളി വായിക്കുമ്പോൾ അതിനൊരു മീറ്റർ ഉണ്ടാവും. താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ. അതാണ് ഒരു നാച്ചുറലി നമുക്ക് വരാൻ സാധ്യതയുള്ളൊരു മീറ്റർ. അതിന് ഒരു കമ്പോസർ 1 2 താമസമെന്തേ വരുവാൻ എന്ന് പറയുന്ന ഒരു താളത്തിലേക്ക്, ഒരു മീറ്ററിലേക്ക് അതിനെ മാറ്റാനുള്ള ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടല്ലോ. അവിടെ മുതൽ ആ കമ്പോസറുടെ ബ്രില്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനിടയിൽ നല്ല മെലഡി, ഇന്ത്യൻ മെലഡി എന്ന് വിളിക്കുന്ന സംഗതി അതിൽ പ്രയോഗിക്കാനുള്ള സ്പേസ് അതിൽ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്ക് പോലെ ഒരു മെലഡിയുടെ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് MS ബാബുരാജനെയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിലൊന്നും തീരുന്നില്ല എല്ലാവരുടെയും ശൈലികൾ. പിന്നെ ബാബുരാജ് കോമ്പോസിഷൻസിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇത്തരം സ്ട്രക്ചറിങ് കൊണ്ടാണോ എന്നറിയില്ല, അത്യാവശ്യം ഇമ്പ്രവൈസ് ചെയ്തൊക്കെ പാടിയാലും, അതായത് എൻ്റെ ഒറിജിനൽ സൗണ്ട് റെക്കോർഡിങ് പോലെ അല്ലാതെ നമ്മൾ ഇമ്പ്രവൈസ് ചെയ്ത് പാടിയാലും ആ പാട്ടിൻ്റെ ഒരു ഒറിജിനാലിറ്റി പോവില്ല, എൻ്റെ ഒരു കോർ നഷ്ടപ്പെട്ടു പോവില്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു നോട്ട് അറേഞ്ച്മെൻറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഒരു ഫേവറേറ്റ് മെത്തേഡാണ്. നേരെ മറിച്ചിപ്പം നമ്മൾ കമ്പാരിസൺ അല്ല, പക്ഷേ ദേവരായ മാസ്റ്ററുടെയൊക്കെ കോമ്പോസിഷനിൽ നമ്മൾ ഒരു നോട്ട് മാറ്റിയാൽ, അല്ലെങ്കിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയാൽ പോലും അത് ആ കോമ്പോസിഷൻ അല്ലാതെയൊക്കെ ആയിപ്പോവും. അപ്പോൾ മറ്റ് ശൈലി കുറച്ച് ഇഷ്ടമാണ്. ആർക്കും പാടാവുന്ന ഒരു ഫ്രീഡം ഉണ്ട് അതിനകത്ത്. അപ്പോൾ അത് വേണമെങ്കിൽ അങ്ങനെ ആ ഒരു കാര്യം കൊണ്ട് MS ബാബുരാജ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല തനി തങ്കം കൊണ്ട് ചന്തമുള്ള നന്ദു കർത്തയുടെ സംഗീത വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ. തീയിലിട്ടങ്ങുരുക്കിട്ട് ഉദിക്കച്ചി എടുത്തിട്ട് നല്ല പോലെ പണിയണം മാല. സ്പോട്ടിഫൈയിലൊക്കെ തർക്കേടില്ലാത്ത ഒരു ലിസണർഷിപ്പ് ഉള്ള ഒരു പാട്ടാണ്. വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. കേട്ടു നോക്കൂ.